ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഷോപ്പിലോട്ട് പോവാണ്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാവിലെ മഴ നനഞ്ഞത് ഭയങ്കര തൊണ്ടയ്ക്കുവേദനയാണ്. അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് പറയുന്നത്. പിന്നെയുള്ള വിശേഷങ്ങൾ ഷോപ്പിൽ ചെന്നിട്ട് പറഞ്ഞു തരാം. നല്ല നല്ല വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങിയ അത്യാവശ്യം മഴയൊരു കാലാവസ്ഥയായിരുന്നു എന്ന് തന്നെ പറയാം. നമുക്ക് രാവിലെ കടഞ്ഞിട്ട് കുറേ പരിപാടികൾ, എൻ്റേതായ കുറേ പരിപാടികൾ ഇന്നലെ ഞാൻ ചെല്ലാത്തതുകൊണ്ട് എനിക്ക് പെൻഡിങ് ആയിട്ട് തന്നെ കിടക്കും. രാവിലെ തന്നെ ഇന്ന് കുറേ മസാലകളൊക്കെ വന്നിട്ടുണ്ട്. അതുതന്നെ നമുക്ക് എന്താ പറയുക അറേഞ്ച് ചെയ്യണമായിരുന്നു. മസാലകളൊക്കെ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് മൊത്തമായി തീർന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. മൊത്തമായിട്ട് വർക്കുകളോ പണികളൊന്നും തീർന്നില്ല. നാളത്തേക്കായിട്ട് മാറ്റി വെച്ച് കുറേ എന്താ പറയുക പരിപാടികളെല്ലാം നമ്മുടെ ഉണ്ട്. ഇന്നും മസാലകൾ കുറച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം നാളെ അറേഞ്ച് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കുറച്ച് അരിയൊക്കെ നിറച്ച് വെക്കണം. അരിയെല്ലാം നിറച്ചതെല്ലാം തീർന്നു. അരിയെല്ലാം നിറച്ച് വെച്ചു. അതുകൂടെ അതിൻ്റെ ഇടയ്ക്ക് ഓർഡറുകൾ കാര്യങ്ങളൊന്നും അതെല്ലാം എടുത്ത് കൊടുത്തു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയുന്നു. അത്യാവശ്യം തിരക്കും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് അതിൻ്റേതായൊരു പമ്മലും കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് വലിക്കുന്ന വേറൊന്നുമല്ല, നല്ല ജലദോഷം അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മഴ നനഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്ഷീണമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിന്ന്. പനിക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. പനിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പനിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. കാരണം എനിക്കങ്ങനെ പനി വരാറില്ല. പനി വന്നു കഴിഞ്ഞാൽ അടച്ചു കുത്തി അങ്ങ് പനിക്കും. പിന്നെ കിടപ്പ് തന്നെയായിരിക്കും. അതുകൊണ്ട് പനി വരാതിരിക്കട്ടെ എന്ന് ഓർത്താണ് ഇരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പനി വന്നാൽ അതിന് ബാക്കി നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ മസാലകളൊക്കെ അടുക്കിക്കൊണ്ടുവന്നു. അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അവരെയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒന്ന് കുറച്ചില്ല പർച്ചേസിങ് കാര്യങ്ങളൊക്കെ അതിന് ആ സാധനങ്ങൾ ഓർഡർ സാധനങ്ങളെല്ലാം വന്നു. അതെല്ലാം അടുക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി താമസിച്ച് വന്ന പച്ചക്കറിയും കാര്യങ്ങളെല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മോശമായ പച്ചക്കറികളും പഴുത്തമായ പച്ചക്കറികളും ഏതെല്ലാം മാറ്റി വേണം നമ്മൾ പച്ചക്കറി തട്ടടുക്കി വെക്കാൻ. അത്രയും കൃത്യമായിട്ട് തന്നെ എല്ലാം മൊത്തം എന്താ പറയുക നമ്മൾ നോക്കി അടുക്കിയെങ്കിൽ കൂടെ ഇരിക്കുന്ന പച്ചക്കറി കൂടി പഴുത്തു പോകും, മോശമായി പോകും. അങ്ങനെ അത്യാവശ്യം മോശമായ പച്ചക്കറികളെല്ലാം മാറ്റി നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്ന സൺറിച്ചിൻ്റെ എണ്ണയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി നെയ്മീൻ ഉണ്ടായിരുന്നു, പൂങ്കുണ്ണി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ചെമ്പല്ലി ഉണ്ടായിരുന്നു, കിളി ഉണ്ടായിരുന്നു, അയിലുണ്ട്. അത്യാവശ്യം ഒട്ടുമിക്ക എല്ലാ മീനുകളും നമ്മുടെ തട്ടയിലുണ്ടായിരുന്നു. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഫോളോ ചെയ്തിട്ട് മാക്സിമം ഫോളോ ചെയ്യുക, ഒപ്പം നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. രാവിലെ നല്ല അടിപൊളി ആവോലിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കേട്ടോ. പിന്നെ നമ്മുടെ ഭായിമാരെല്ലാം കിളിയും തട്ടൊക്കെ കൃത്യമായിട്ട് അടുക്കി വെക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണക്കമീനല്ല, എല്ലാത്തരം ഉണക്കമീനുകളും നമ്മുടെ തട്ടിൽ നിന്നുണ്ടായിരുന്നു. എൻ്റെ ചില ഉണക്കമീനുകളൊക്കെ കുറഞ്ഞതൊക്കെ എന്താ പറയുക നമ്മൾ ഉപ്പിടാനും ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഉപ്പിട്ട് വീണ്ടും തന്നെ നമ്മൾ തട്ടയിൽ കയറ്റും. ആ സമയത്ത് വിഷ്വൽസ് എടുത്തിട്ടുണ്ടെന്ന് കാണാൻ. പിന്നെ നമുക്കിന്ന് ഫ്രൂട്ട്സ് ആയിട്ടല്ല, ആപ്പിൾ ഉണ്ടായിരുന്നു, തണ്ണിമത്തനുണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പം ഇതുവരെ സപ്പോർട്ട് മുമ്പോട്ട് തരിക, ഒപ്പം നിൽക്കുക. പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കാണാം.